ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ പെരുമാറട്ടെ. ഒരു മനോഹരമായ വിശുദ്ധ ശബ്ദം ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കും. സർവശക്തനായ ദൈവനെ അനുഗ്രഹിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു പാഠപഠനമാണ് നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ ഒരു പാഠമാണ്. ഇനിയും ആ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ടീച്ചർമാരെ ദൈവം അനുഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവം അവരെ വിളിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഇത് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കും. ഇത് ഈ വചനം ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകൾ നോക്കുക. മഹാപരിശുദ്ധനാകുന്ന സ്വർഗീയ പിതാവാകുന്ന കർത്താവേ, ദൈവമേ, മനോഹരമേറിയതായ വിശുദ്ധ ശബ്ദ കർത്താവേ, ദൈവവചനവുമായി ദൈവമേ തന്റെ ജനങ്ങളുടെ മുമ്പ് നിൽക്കുവാൻ എന്റെ ദൈവം അടിയന്മേൽ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നത്. സ്തോത്ര കർത്താവേ, ദൈവത്തിന്റെ വചന കർത്താവെ അവിടെ നിന്ന് പറയുവാൻ തക്കമുള്ള ജ്ഞാനവും ബുദ്ധിയും അറിവും അടിയൻ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കരായ തന്റെ ജനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്നാകാം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതായ ദൈവവചനം കർത്താവെ അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടെ അധിവസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം, മാനവ മഹത്വം എടുക്കണം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത് നാം വായിച്ചു കേട്ടത്. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവിതരിക, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. അല്ലെ, നമുക്ക് ഒത്തിരി പാട്ടുകൾ ഈ വചനത്തോടു കൂടി ഇറങ്ങിയിട്ടുണ്ട്. അല്ലെ, അവിടെ ഈ വചനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തലവാചകം ഇപ്രകാരമാണ്: ഒരപ്പനും ധിക്കാരികളായ മക്കൾ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുന്നത്. ഒരപ്പനും ധിക്കാരികളായ മക്കളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് എപ്രകാരമാണ് ഈ വചനത്തോട് നമുക്ക് താരതമ്യം ചെയ്യുന്നത് നാം കാണാം. ഇവിടെ ഈ അപ്പൻ എന്ന് പറയുന്നത് ആരെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആരാണ് അപ്പൻ? കർത്താവായ യഹോവയായ ദൈവം. അല്ലെ, ഇവിടെ മക്കളെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പൻ തന്റെ മക്കളെ കുറിച്ച് പറയുന്നതായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലെ, ഒന്നാമത് എന്താണ് പറയുന്നത്? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഇവിടെ ഒരു അപ്പൻ തന്റെ മക്കളെ കുറിച്ച് പറയണം. അല്ലെ, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം പറയുന്നതായ ഒരു കാര്യമാണ്. തന്റെ ആ ഒരു കാര്യം പറയണം. ആരോടാണ് പറയുന്നത്? ഒന്നാമതായി പറയുന്നത് ആരോടാണ് പറയുന്നത്? ആകാശമേ നീ കേൾക്കാം, ഭൂമിയെ നീ ചെവി തരിക. അപ്പൊ ദൈവം എന്തിനാണ് ആകാശത്തോടും ഭൂമിയോടും ഇപ്രകാരം പറയുന്നത്? നമുക്ക് ആകാശവും ഭൂമിയും എന്ന് പറയുമ്പോൾ ദൈവം, യഹോവയായ ദൈവം ആകാശത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. നമുക്ക് സങ്കീർത്തനങ്ങൾ 50-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്: തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്നും ആകാശത്തെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ മുകളിൽ നിന്നും ആകാശത്തെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്റെ ജനത്തെ ന്യായം വിധിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെ, അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയതായ ആകാശവും ഭൂമിയും എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യനെ ന്യായം വിധിക്കേണ്ടതിന് വരുന്നുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം ഒരു അപ്പൻ എന്ന നിലയിൽ തന്റെ മക്കളപ്രകാരമാണ് എന്നുള്ളൊരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറവാണ് ഇവിടെ പറയുന്നത്. അല്ലെ, ഞാൻ മക്കളെ എങ്ങനെയാണ് വളർത്തിയത്? ഞാൻ പോറ്റി വളർത്തി. അല്ലെ, ഈ പോറ്റി വളർത്തി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിനെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഇവരെ പോറ്റി വളർത്തിയത്? പല രീതികളിലും നമുക്കറിയാം. അല്ലെ, എന്നാൽ ദൈവം എന്തിനാണ് ആകാശത്തെയും ഭൂമിയെയും ഇപ്രകാരം സാക്ഷി നിർത്തി പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
മോശയിലൂടെ പറഞ്ഞിട്ടുണ്ട്. മോശയിലൂടെ എന്താണ് പറഞ്ഞത്? ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അത് 25-ാമത്തെ വാക്യം, നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് ഏറെ കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വല്ലതിന്റെയും സദൃശ്യമായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ദൈവമോട് പറയുകയാണ്. നിങ്ങൾ എന്നെ അനുസരിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന മിഥ്യാമൂർത്തികളെ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ, ഞാനിതാ ആകാശത്തെയും ഭൂമിയെയും നിർത്തി ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വിരോധമായി സാക്ഷി പറയുന്നു എന്ന് ദൈവം പറയുന്നു, അല്ലെ? അപ്പോൾ ദൈവം തന്റെ ന്യായവിധി ആരിലൂടെ പ്രവർത്തിക്കും? ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ന്യായവിധിയല്ല. സോദോം എന്ന പട്ടണത്തെ ദൈവം നശിപ്പിച്ചത് എവിടെ നിന്ന്? അഗ്നി ഇറക്കിയാണ്. സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി, ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കി ആ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ആജ്ഞാനവർത്തികളാണ് ആര്? ആകാശവും ഭൂമിയും എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആകാശവും ഭൂമിയും നാം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, അല്ലെ? അപ്പം ആകാശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം, ദൈവം സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയതായ ആ ഒരു കൈവേലയുടെ അടയാളമായാണ് ഇന്ന് ആകാശത്തെ ദൈവം കണക്കാക്കിയിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഭൂമി അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവം ഇന്ന് സകലത്തെയും ഉണ്ടാക്കി മെനഞ്ഞ മനുഷ്യന് പാർപ്പിട യോഗ്യമായി തന്റെ ഭവനമായി സൃഷ്ടിച്ചിരിക്കുകയാണ് ആകാശത്തെ ഭൂമി. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവം നമുക്ക് നൽകിയതായ ഈ ഭൂമി ഇതിൽ വാഴുന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നാം ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മൾ ജീവിക്കുന്ന കാലത്തിൽ നമുക്ക് എന്താണ് അവിടുത്തെ അടയാളമായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ എന്താണ് പറയുന്നത്? അവരോ എന്നോട് മത്സരിച്ചോ എന്റെ വാക്കു കേൾപ്പാൻ മനസ്സില്ലാതെ, അല്ലെ? അപ്പോ ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞതായ വചനങ്ങൾ അനുസരിക്കാതെ അവരെങ്ങനെയാണ് അവരുടെ ജീവിതം? നാം ശാബത്ത് സ്കൂളിൽ പഠിച്ചതുപോലെ ദൈവം സ്നേഹവും ആർദ്രതയും ഉള്ളവരാണ്. തന്റെ സ്നേഹം മനുഷ്യനിൽ അവൻ പ്രകടിപ്പിക്കുന്നവനാണ്. അവൻ നമ്മെ തള്ളിക്കളയുന്നില്ല. ഇതിനൊന്നും അർഹതയില്ലാത്തതായ നമ്മെ ദൈവം തന്റെ കരുണയാൽ നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്, അല്ലെ? ഇവിടെ നാം വായിച്ചു കേട്ടത് എന്താണ് പറയുന്നത്? നിങ്ങൾ വായിക്കാം. അവരോ എന്നോട് മത്സരിച്ചോ എന്റെ വാക്കു കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു, അല്ലെ? അപ്പോൾ ദൈവം അവരോട് പറയുന്നതായ കാര്യങ്ങളൊന്നും ആരനുസരിച്ചില്ല? ഇസ്രായേൽ ജനം അവർ അനുസരിച്ചിരുന്നില്ല. നമുക്ക് അതിന്റെ 12-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും മധ്യേ അടയാളമായിരിക്കണം, അല്ലെ? അപ്പോൾ ദൈവജനത്തിനും ദൈവത്തിനും ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരു അടയാളം കൊടുക്കും, അല്ലെ? അപ്പോൾ ദൈവമക്കൾ എന്നൊരു അടയാളം നമ്മളിൽ വേണമെങ്കിൽ, നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നൊരു അടയാളം നമ്മൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ആചരിക്കണം? ദൈവം അതിന്റെ താഴോട്ട് പറയുകയാണ്, വചനത്തിൽ പറയുകയാണ്, ഞാൻ എന്റെ ശബദുകൾ, അല്ലെ? ആരുടെ ശബദാണ് ഇത്? മനുഷ്യനുണ്ടാക്കിയ ശബദല്ല, ഇത് ഒരു യഹൂദന്റെ ശബദല്ല. ഇത് പറയുന്നത് ഞാൻ എന്റെ ശബദ്,
യഹോവയായ ദൈവം പറയുകയാണ്, എന്റെ ജനത്തിന് എനിക്ക് ഒരു അടയാളമായി ഞാൻ കൊടുക്കുകയാണ്. ഞാൻ എന്റെ ശപഥം കൊടുക്കുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ്. അല്ലെ, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ഞാനും അവരും തമ്മിൽ ഒരു അടയാളം. ഈ അടയാളങ്ങളെല്ലാം ദൈവമക്കൾ കൊടുത്തു. പക്ഷേ ദൈവമക്കൾ എന്ത് ചെയ്തു? അവർ അവരുടെ ജീവിത രീതിയിലേക്ക് അവർ കടന്നു പോവുകയാണ്. അവർ ദൈവത്തെ മറന്നുകൊണ്ട്. അല്ലെ, ഇവിടെ നാം വായിച്ചു കേട്ടതായ ഐശയ്യാ പുസ്തകം നമ്മൾ തിരിച്ചു വരാം. അതിന്റെ 1-ാമത്തെ വാക്യം എന്താണ് നാം വായിച്ചത്? 2-ാമത്തെ വാക്യം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അല്ലെ, ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം എങ്ങനെയാണ് വളർത്തിയത്? അവരെ പോറ്റി വളർത്തി. അല്ലെ, ദൈവം എങ്ങനെയാണ് ഇവരെ പോറ്റിയത്? അവർക്ക് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എന്താണ്? അവന് ആഹാരം വേണം. അല്ലെ, അവന് വസ്ത്രം വേണം, അവന് പാർപ്പിടം വേണം. ഇത് മൂന്നുമാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ ഇസ്രായേൽ ജനത്തിന് നോക്കുമ്പോൾ, മിസ്രയീമിൽ നിന്നും യഹോവയായ ദൈവം അവിടുന്ന് മോശ മുഖാന്തരം അവരെ നയിച്ചു കൊണ്ടുവന്നപ്പോൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? അവർ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇല്ലാതിരുന്നു? ഇല്ല. അല്ലെ, അവർ ഇറച്ചി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിറുപിറുത്തു ദൈവസന്നിധിയിൽ. ദൈവം അവർക്ക് ഒരു നാളും അവർ ഭക്ഷിച്ചിട്ടില്ലാത്ത മന്ന കൊണ്ട് അവരെ പോഷിപ്പിച്ചു. അപ്പൊ ദൈവം അവർക്ക് അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി അവരെ കൂടെ ഇരുന്നു. അവർക്ക് വസ്ത്രം കൊടുത്തു, അവർക്ക് കൂടാരങ്ങൾ കൊടുത്തു പാർപ്പാൻ. അവർക്ക് ഇതെല്ലാം കൊടുത്തു, അവരെ കാത്തു പരിപാലിച്ചു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടും. അല്ലെ, അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചിട്ട് ദൈവത്തിന്റെ ജനം എങ്ങോട്ടാണ് പോയത്? എന്റെ ജനമോ അവർ എന്നെ മത്സരിക്കുന്നു പറയില്ല, ഒരു മത്സരഗ്രഹമായിട്ട് അവർ മാറുകയാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം തന്റെ വ്യാകുലത പറയുകയാണ്, ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തും. ഒരു മക്കൾ പോറ്റുന്നത് പോലെ ഞാൻ അവരെ പോറ്റി വളർത്തും. പക്ഷേ അവർ എന്നോട് മത്സരിക്കുന്നു ദൈവത്തിന്റെ വചനം പറഞ്ഞല്ലേ. എന്നാൽ ദൈവം രണ്ടാമത് അവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഒരു കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. അല്ലെ, ഇവിടെ ഒരു കാളയും കഴുതയും, നമുക്കറിയാം കാളയും കഴുതയും എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു കാള എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു യജമാനന്റെ അടിമ എന്ന വണ്ണമാണ്. അല്ലെ, കഴുത എന്ന് പറയുന്നതും അതുപോലെയാണ്. യജമാനന് വേണ്ടി ഭാരം ചുമക്കുന്നതാണ് കഴുത. ആ ഒരു കഴുതയ്ക്ക് ഒരു വിചാരമുണ്ട്, തനിക്കൊരു ഉടയവനുണ്ട് എന്നും അവന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷിക്കുവാൻ ആഹാരം തരുമെന്നും അവന്റെ തൊട്ടിയിൽ എനിക്ക് എപ്പോഴും വിവിധ സമൃദ്ധിയുള്ളതായ ആഹാരം എനിക്ക് കരുതി വെക്കുമെന്നും ആർക്കറിയാം? തന്റെ കഴുതയ്ക്കറിയാം. അല്ലെ, കഴുത എത്ര ദൂരെ പോയാലും തന്റെ കഴുത എവിടെ വരും? തന്റെ യജമാനന്റെ പുൽത്തൊട്ടി തേടി വരുന്നതായ ഒരു കഴുത. ഒരു മനുഷ്യനെ താരതമ്യം ചെയ്യുമ്പോൾ യഹോവയായ ദൈവം ആ കഴുതയോട് സദൃശ്യപ്പെടുത്തുകയാണ്. ആ കഴുതയ്ക്ക് വരെ അറിയാം, എന്തറിയാം? അതിന്റെ പുൽത്തൊട്ടി അറിയാം. അല്ലെ, കാളയ്ക്ക് തന്റെ യജമാനൻ അറിയാം. നമുക്കറിയാം, ഞങ്ങളെ വീടിന്റെ അടുക്കൽ ഒരിക്കൽ അവിടെ ഒരു കാളവണ്ടി നയിക്കുന്നതായ വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ കാളവണ്ടിയിൽ ചില ദിവസങ്ങൾ അദ്ദേഹം ഇങ്ങനെ കിടക്കും. പക്ഷെ ആ കാള അത് നയിച്ചു കൊണ്ടുപോകും. എവിടെ പോകും? ആ ഉടമസ്ഥന്റെ വീട്ടിന്റെ അവിടം വരെയും അതങ്ങനെ പോകും. ആ കാളയ്ക്ക് അറിയാം അതിന്റെ യജമാനന്റെ ഭവനം എത്തുന്നത് വരെയും അത് അങ്ങോട്ടും തിരിയുകയില്ല, അത് ഇങ്ങോട്ടും തിരിയുകയില്ല. അത്രയ്ക്കും അതിന്റെ യജമാനന്റെ ഭവനം അതിനറിയാം, തന്റെ യജമാനനെയും അറിയാം. പക്ഷെ ദൈവം പറയുകയാണ്, കാള തന്റെ യജമാനനെ അറിയുന്നു, കഴുത തന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ, അല്ലെ, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. യഹോവ എത്ര പ്രയാസകരമാണ് അവരുടെ ജീവിതം. ഇസ്രായേൽ ജനത്തിൽ ഇത്ര കാത്തു പരിപാലിച്ചു, അവരുടെ ജീവിതത്തിൽ അവരെ ചേർത്ത് നിർത്തി. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളും ആരെ പോലെയാണ്? ഇന്ന് പാപമാകുന്ന മുഖം, ഒരു കാള എന്ന മുഖമെന്ന് ആ ഒരു പാപവും ഏറിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. ദൈവം നമ്മെ എന്ത് ചെയ്യുകയാണ്? നമ്മെ വിളിക്കുകയാണ്. അല്ലെ, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതായ ദൈവത്തെ നമുക്ക് കാണുന്നുണ്ട്. മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം. അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി,
അകത്തെ ഫലം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? അവർ അകന്നു ജീവിക്കുകയാണ്, അല്ലെ? ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ. നിങ്ങൾ എത്ര പാപം ചെയ്തുവെങ്കിലും, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് ചെയ്യും? ഞാനിത് ക്ഷമിക്കാമെന്ന് പറഞ്ഞതായ ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പാകെ നാം അനുദിനം എന്ത് ചെയ്യേണ്ടതുണ്ട്? നാം കരഞ്ഞുകൊണ്ട് അവന്റെ മുമ്പ് നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഇവിടെ ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ കഴിയും. ഹോശയ്യ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇവിടെ എന്താണ് പറയുന്നത്? ഹോശയ്യ പറയുന്നത്, പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു, അല്ലെ? ഒന്നാമത് ദൈവജനം നശിച്ചു പോകുന്നതായ കാര്യം അവർക്ക് പരിജ്ഞാനമില്ല. എന്തിനെക്കുറിച്ച് പരിജ്ഞാനമില്ല? ദൈവത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. അപ്പൊ ജനം നശിക്കേണ്ടതായ കാര്യം സൃഷ്ടിതാവായ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല, അല്ലെ? സൃഷ്ടിതാവായ ദൈവത്തെ അംഗീകരിക്കാതെ ജനം ഇന്ന് എവിടെയാണ് പോകുന്നത്? സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ട്. അവർ ഇത്രകാലം ഇസ്രായേൽ ജനം എവിടെയായിരുന്നു? അവർ മിസ്രൈമിലായിരുന്നു, അല്ലെ? ഇസ്രായേലിലെ ബിംബങ്ങളെയും കല്ലുകളെയും ആരാധിച്ച് ആ ശീലമാണ് അവരവിടെ എവിടെ തുടരുന്നത്? അവർ വീണ്ടും അവരുടെ ജീവിതത്തിൽ തുടരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്രായേലിലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യുക? അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ദൈവിക പരിജ്ഞാനത്തിലോട്ട്, ദൈവിക വാഗ്ദത്തത്തിലോട്ട് നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ചു കൊണ്ടുപോകണമെന്ന് ദൈവവചനം പറഞ്ഞു. ഇവിടെ ദൈവജനം നശിച്ചു പോകുന്നതിന്റെ ആ ഒരു ഉദാഹരണം, ദൈവജനം എന്ത് ചെയ്യുന്നില്ല? അവർ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിൽ ആ ഭാവം വരാൻ പാടില്ല, അല്ലെ? നമുക്ക് ദൈവത്തെ കുറിച്ച് നമുക്ക് ഏറ്റവും ഒരു അറിവുണ്ടായിരിക്കണം. കാരണം അവൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതായ ദൈവമാണ്. ആ ദൈവത്തിൽ നാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാം പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അടുത്തത് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ വാക്യം എന്താണ് വായിച്ചത്? അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പോൾ ഇവിടെ ദൈവജനം ദൈവത്തിൽ നിന്നും പിന്മാറി പോകേണ്ടതായ കാരണം അവർ ദൈവത്തെ നിരസിച്ച് കളഞ്ഞു, അല്ലെ? ഒന്നാമതായി അവർക്ക് പരിജ്ഞാനമില്ലായിരുന്നു. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ജനം നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു, അല്ലെ? ഇവിടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നതായ വ്യക്തി എങ്ങനെയുള്ളവരായിരിക്കും? അവർ ദൈവത്തിന് വിപരീതമായി ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിലും നാം ദൈവിക ന്യായപ്രമാണം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ താഴോട്ട് വായിക്കാം. ഇങ്ങനെ ഞങ്ങൾ അപ്പൊ ദൈവത്തിന്റെ പ്രമാണം നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം? നാം ദൈവത്തോട് ഏറ്റവും പാപം ചെയ്യുന്നവരാണ്, അല്ലെ? അപ്പോൾ ദൈവത്തോട് നാം പാപം ചെയ്യുന്നതായ ഒരു അവസ്ഥയിലേക്ക് നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം മുൻപോട്ട് പോകാൻ പാടില്ല. അത് താഴോട്ട് വായിക്കാം. ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിച്ചത് കൊണ്ട്, യഹോവയായ ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിച്ചത് കൊണ്ട് മോശ തന്റെ കൈപ്പടയാൽ എഴുതിയതായ, മോശയ്ക്ക് ദൈവം കൊടുത്തതായ അരുളപ്പാടോടുകൂടി മോശ എഴുതിയതായ ആ കൽപ്പനയിൽ അനുസരിച്ചിട്ടുള്ള ശാപങ്ങളും ആണയും എല്ലാം ആർഭവിക്കട്ടെ, ഞങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഇസ്രായേൽ ജനം പറയുന്നു, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ അത് ആരുടെ കൽപ്പനയാണ്? ദൈവത്തിന്റെ കൽപ്പന. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ
ഞാൻ എന്റെ വിശുദ്ധ ശബദ്, അല്ലെ, ദൈവത്തിന്റെ വിശുദ്ധ ശബദ്, അത് ദൈവം മനുഷ്യൻ തമ്മിൽ ഒരു അടയാളത്തിനായി കൊടുക്കുകയാണ്. ദൈവം വീണ്ടും പറയുകയാണ്, എന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട്. ആരുടെ കൽപ്പന? ദൈവത്തിന്റെ കൽപ്പന. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മോശ എഴുതിയതായ കൽപ്പന പ്രകാരമുള്ള ശാപവും ആണകളെല്ലാം ആരുടെ മേൽ വരട്ടെ? ഇസ്രായേൽ മേൽ വരട്ടെ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് കൽപ്പന മാറിപ്പോയി, ശബദ് മാറിപ്പോയി എന്ന് പറയുന്നവർ ഒന്ന് ചിന്തിക്കുക. ഈ കൽപ്പനയും ഈ ശബദെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതല്ല, അല്ലെ? ഇത് പറയുന്നവരായ ഒരു വ്യക്തിയും കൊണ്ടുവന്നവരല്ല. അത് ഇസ്രായേൽ ജനങ്ങൾ സൃഷ്ടിച്ചെടുത്തതല്ല. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിർത്തേണ്ടതിന് ദൈവം അത് മനുഷ്യന് കൊടുത്തതാണ്, അല്ലെ? അത് ആചരിക്കുന്ന മനുഷ്യൻ ദൈവസ്നേഹം അവനുണ്ട് എന്ന് നമുക്ക് ഇതിനാൽ അറിയുവാൻ തക്കവണ്ണം കഴിയും, അല്ലെ? നമുക്ക് അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് നമുക്ക് വായിക്കാം. അല്ല, ആവർത്തന പുസ്തകം നമുക്ക് 31-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 31:16. യഹോവ മോശയോട് അരുളിച്ചതെന്തെന്നാൽ, യഹോവ മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാപം ചെയ്യുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. ഇവിടെയും ദൈവജനം അവർക്ക് കൊടുക്കാനിരുന്ന വാഗ്ദത്ത കനാനിൽ അവർ എത്തിയതിനു ശേഷം, അവരുടെ പിൽക്കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യും? ദൈവത്തിന്റെ നിയമത്തിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും അവർ പിന്മാറി പോകുമെന്ന് ദൈവത്തിന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരു ജനതകളുടെ നേരെ പറയുന്നതായ ഒരു കാലമാണ്, അല്ലെ? ഇന്ന് ജനം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ? അവർ അനുസരിക്കുന്നില്ല, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ വചനം അന്ന് പറഞ്ഞതായ ആ കാലത്ത് ഇന്നും എന്ത് ചെയ്യുന്നു പറയുന്നത്, അല്ലെ? ഇന്നും അകത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതികൾ, വഷളായി നടക്കുന്നവർ, ഈ വഷളത്വവും ദുർനടപ്പും ഇതെല്ലാം നോക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന വിട്ട് നടന്ന് ജീവിക്കുന്നവരെ കുറിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ദൈവിക കൽപ്പന നമ്മളിലുണ്ട് എങ്കിൽ ദൈവസ്നേഹത്തിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ഇതിനാൽ അറിയുവാൻ തക്കവണ്ണം കഴിയും. നമുക്ക് ഇരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. അവിടെ എന്താണ് പറയുന്നത്? ഇരമ്യാവ് 2-ന്റെ 5-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തോന്ന് അന്യായമാണ് കണ്ടത്, അല്ലെ? ഈ ദൈവം വീണ്ടും പറയുകയാണ്, എന്നെ വിട്ടകന്നു, അല്ലെ? എന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അവർ പോകുകൊണ്ടക്കവണ്ണം എന്നിൽ എന്താണ് കണ്ടത്? ദൈവം പറയുകയാണ്, അല്ലെ? നമ്മളിൽ എന്ത് കുറ്റമാണ് നമ്മുടെ ദൈവത്തിൽ കണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കാം, അല്ലെ? ദൈവത്തിന്റെ കൽപ്പന വിട്ട് പോകുമ്പോൾ, അവന്റെ വചനം അനുസരിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നത്? ദൈവത്തെയാണ് നാം നിന്ദിക്കുന്നത്, അല്ലെ? ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർ എന്റെ വചനങ്ങൾ അനുസരിക്കാതെ എന്നെ വിട്ടകന്നു പോകുന്നതായ ജനം, ദൈവം ആ ഭാരം അവിടെ നിന്ന് ആരോട് പറയുകയാണ്? യെശയ്യാവിലൂടെ പറയുകയാണ്, അല്ലെ? അനേക വചനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ദൈവജനം എന്തിനാണ് ദൈവത്തോട് വിട്ടകന്നു പോയത്? അവർ എന്റെ പരിശുദ്ധനെ അവർ അറിയായികയാണ്, അല്ലെ? എന്റെ ജനം എന്ത് ചെയ്യുന്നില്ല? അവർ ദൈവത്തിനെ അറിയുന്നില്ല. അവരുടെ ജീവിത രീതിയിലേക്ക് അവർ കടന്നു പോകുന്നു. എന്നാൽ ദൈവം നമ്മെ എങ്ങനെയാണ് വിളിച്ചത്? സ്വന്തം ജനമായാണ് ദൈവം നമ്മെ വിളിച്ചത്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം തന്നെ അതിന്റെ താഴോട്ട് വാക്യം 5-ാമത്തെ വാക്യം. ഇനി നിങ്ങളെ അടിച്ചിട്ടില്ല, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ജനം ദൈവം എത്ര തന്നെ ശിക്ഷിച്ചാലും അവരെന്ത് ചെയ്യുന്നില്ല? അവർ വീണ്ടും മനം തിരിഞ്ഞു വരുന്നില്ല. അവരുടെ ജീവിതം എങ്ങനെയാണ്? എത്ര അടിച്ചിട്ട്, അല്ലെ? എത്ര പ്രവാചകന്മാർ കൊണ്ട് അവരോട് പറഞ്ഞിട്ടും പല രാജ്യവും അവരെന്ത് ചെയ്തു? ആക്രമിച്ചു. ഇസ്രായേൽ ആക്രമിച്ച് അവരുടെ നിലംപരിശാക്കിയിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? അവർ വീണ്ടും ദൈവത്തെ അറിയുന്നില്ല, അല്ലെ? അങ്ങനെ നമുക്ക് ഇരമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും.
അവിടെ എന്താണ് കാണുന്നത്? യഹോവേ, യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. അല്ലേ? അപ്പോൾ ദൈവം അവരെ അടിച്ചു. ദൈവം പ്രവാചകന്മാരോടുകൂടി അവരെ മുന്നറിയിപ്പ് കൊടുത്തു. ഇതെല്ലാം തന്റെ ജനത്തിന് വേണ്ടി. എന്തിനാണ്? അവർ ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം, അവരെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണമല്ല. ദൈവം അവരെ ചേർത്ത് കൊള്ളുന്നതിന് ദൈവം പറഞ്ഞിട്ടും വീണ്ടും അവർ ദൈവത്തിനെ അനുസരിക്കാതെ അവർ വീണ്ടും തെറ്റിലേക്ക് പോകുന്നതായി കാണുന്നു. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു. 8-ന്റെ ദാനിയേൽ 9-ന്റെ 8-ാമത്തെ വാക്യം അവിടെ പറയുന്ന, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുകയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ജനം എന്ത് ചെയ്യുന്നു? അവർ പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്നത് കൊണ്ടാണ് ആരിൽ നിന്ന് അകന്നു പോകുന്നത്? അവർ ദൈവത്തിൽ നിന്ന് മറന്നു പോകുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നതായ ഒരു കാര്യമാണ്. അല്ലെ? ഈ വചനങ്ങളെല്ലാം പറയുമ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെ? ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു മടങ്ങി വരവാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു മടങ്ങി വരവാണ്. നമ്മുടെ പാപങ്ങൾ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരും. നമുക്ക് പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരൊരു കഥ പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഒരു ശമരിയക്കാരന്റെ കഥ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? ലൂക്കോസ് 10-ാം അധ്യായം ന്റെ 34. വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. അല്ലെ? ഇവിടെ ഒരു ശമരിയക്കാരൻ യാത്ര പോകുമ്പോൾ ഒരു ആപത്തിൽ കിടക്കുന്നതായ ഒരു വ്യക്തി. അവൻ എങ്ങനെയാണ് കിടന്നിരുന്നത്? അവൻ മുറിവും ചതവുമുള്ളവനായി അവൻ കിടക്കുകയാണ്. അല്ലെ? ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? അവരുടെ ഉള്ളം കാൽ മുതൽ ശിരസ് വരെയും പഴുപ്പ് നിറഞ്ഞിരിക്കുന്നു, വൃണങ്ങളായിരിക്കുന്നു. അത് വെച്ച് കെട്ടിയിട്ടില്ല. അല്ലെ? അത് ഞെക്കി പിഴിഞ്ഞിട്ടില്ല. അവരുടെ പാപങ്ങൾ നിമിത്തം അവരുടെ ഹൃദയങ്ങൾ ഇപ്രകാരം ചീഞ്ഞടിഞ്ഞതായ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. എന്നാൽ ദൈവം ഇവിടെ ശമരിയക്കാരനോട് പറയാണ്, ദൈവം നമ്മളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ശമരിയക്കാരൻ എന്താണ് ആഗ്രഹം? നമ്മൾ വായിച്ചത് അവിടെ വഴി പോകയിൽ അവന്റെ അടുക്കൽ വന്നോത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അല്ലെ? ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കാര്യം, നമ്മുടെ പാപങ്ങൾ ചുമക്കൊണ്ടപ്പോൾ ആരാണ് നമ്മുടെ അടുക്കൽ വന്നത്? കർത്താവായ യേശു ക്രിസ്തു. അല്ലെ? യേശു ക്രിസ്തു നമ്മളിൽ കണ്ടത് എന്താണ്? നമ്മുടെ പാപങ്ങൾ കുറ്റങ്ങളാണ്. അല്ലെ? അവൻ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്തു? അവൻ തേച്ച് കഴുകി കെട്ടി. അല്ലെ? അവൻ കെട്ടി. അതിന് താഴ്ത്ത് വായിക്കാം. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ വാഹനത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചതായി കാണാം. ഇതാണ് നമ്മുടെ ജീവിതം. ഇവിടെ ഇസ്രായേൽ ജനത്തിനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ നമ്മളെ വിളിച്ചതായ ദൈവം വിശ്വസ്തനായ ദൈവം. അല്ലെ? അവൻ നമ്മളെ എന്ത് ചെയ്യണം? അവൻ നമ്മുടെ മുറിവുകളൊക്കെ കെട്ടി നമ്മുടെ ആ ദുഷ്പ്രവൃത്തിയും എല്ലാം അവൻ മാറ്റിയിട്ട് നമ്മെ ഒരു പുതിയ മനുഷ്യനായി അവൻ നമ്മെ എന്ത് ചെയ്തു? ഒരു ശമരിയക്കാരനെ പോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അടുക്കൽ വന്നു നമ്മെ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ എല്ലാം ഘോഷിക്കൊണ്ട് ദൈവത്തിൽ പ്രസാദിക്കേണ്ടതിന് ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുകയാണ്. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പാപക്കറകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ
അത് സുഖം പ്രാപിക്കുവാൻ തക്കവണ്ണം അവസരം നൽകുകയാണ് അല്ലേ. നമ്മൾ ഇസ്രായേൽ ജനം അവിടെ പറഞ്ഞതുപോലെ എന്റെ ജനമോ അവർ എന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ആ ഒരു അവസരം ആരോട് നമുക്ക് ലഭിച്ചോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ചിരിക്കണം അല്ലേ. ആ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുക? അത് നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ആ സ്നേഹത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവം ഇവിടെ സങ്കടം പറഞ്ഞതുപോലെ അല്ലേ, അവിടുന്ന് സങ്കടം പറഞ്ഞ് അനുഭവിച്ചതുപോലെ ദൈവം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മൾ വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവമുണ്ട്. അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവനും നമ്മൾ തമ്മിലുള്ള ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം നമുക്ക് തന്നു, അവന്റെ കൽപ്പന നമുക്ക് തന്നു അല്ലെ. എന്തിനു വേണ്ടി? നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ വചനങ്ങളായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.